Hey everyone, welcome to my channel The English Farm. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് നോക്കാനാണ്. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? വീട്ടുകാര്യങ്ങൾ നമ്മളതിന് പറയാം, അല്ലെങ്കിൽ വീട്ടുജോലികൾ എന്ന് പറയാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതാണെങ്കിലും അതുപോലെ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും പാത്രങ്ങൾ കഴുകുന്നതാണെങ്കിലും ഡ്രസ്സ് അലക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്നും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇനി അതിലേക്ക് കിടക്കുന്നതിന് ഈ വീട്ടുജോലികൾ എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. അതിന് നമ്മൾ ഹൗസ് ഹോൾഡ് ചോഴ്സ് എന്നാണ് അതിന് പറയുന്നത്. ഹൗസ് ഹോൾഡ് ചോഴ്സ്, CHORES. അത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, അത് മിസ്പ്രൊനൗൺസ് ചെയ്ത് കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. അത് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ചോഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ചോറെന്ന് പറയില്ലേ, ആ ചോഴ്സ് എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അത് മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്കായിട്ട് പോവാം. ആദ്യം നമുക്ക് അപ്പോൾ നമ്മളെ വീട് അല്ലെങ്കിൽ റൂം വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ചും ഒക്കെ ടോയ്സും അതൊക്കെ വലിച്ചു വാരിയിട്ട് അത് അങ്ങനെ വൃത്തികേടായി കിടക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമുക്ക് പറയാം, ദ റൂം ഈസ് സോ മെസ്സി. ദ റൂം ഈസ് സോ മെസ്സി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇനി രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ബെഡൊക്കെ വിരിച്ചിട്ട് പുതപ്പൊക്കെ മടക്കി ബെഡൊക്കെ വൃത്തിയാക്കി വെക്കാറുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അത് നമ്മൾ പറയുന്നത് ടു മേക്ക് ദ ബെഡ്. ടു മേക്ക് ദ ബെഡ്. അപ്പോൾ അതൊരു സെൻറ്റൻസിൽ നോക്കാം. ഐ ടെൽ മൈ സൺ ടു മേക്ക് ദ ബെഡ് ഇൻ ദ മോർണിംഗ്. നമുക്കിനി അടിച്ചു വാരുക എന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ദാറ്റ് ഈസ് സ്വീപ്പ് ദ ഫ്ലോർ. സ്വീപ്പ് ദ floor. Then what do we use for sweeping? Broom. We use broom for sweeping the floor. ഇനി നമുക്കതൊരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ, I prefer sweeping the floor every day. I prefer sweeping the floor every day. നമ്മൾ നമ്മുടെ വീട്ടിലെ നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? മോപ്പ് ദ ഫ്ലോർ. മോപ്പ് ദ ഫ്ലോർ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസിലൂടെ പറയുകയാണെങ്കിൽ, ദ കോറിഡോർ ഈസ് സോ ഡേർട്ടി, പ്ലീസ് മോപ്പ് ദ ഫ്ലോർ. ഓക്കെ, ഇനി നമുക്ക് ഒരു രസകരമായ ഒരു സീനിലൂടെ ചില വാക്കുകൾ പഠിക്കാം. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കോ. തീ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക, പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കിണറ്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. കാർത്തേക്ക് നടന്നോ? ഞാൻ നടന്നു അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനാണ് അല്ലേ? നമ്മൾ പലപ്പോഴും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സീനാണിത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് വെള്ളം കോരുക എന്നുള്ളത് എങ്ങനെ പറയാം? അത് നമുക്ക് ടു ഫെച്ച് ദ വാട്ടർ. ടു ഫെച്ച് ദ വാട്ടർ എന്ന് പറയാം. അതുപോലെ വെള്ളം ചൂടാക്കുക അല്ലെങ്കിൽ തിളപ്പിക്കുക എന്നുള്ളതിന് ടു ബോയിൽ ദ വാട്ടർ. ടു ബോയിൽ ദ വാട്ടർ. ഇനി നമുക്ക് ഓരോ വീട്ടിലും അത്യാവശ്യമായിട്ട് നമ്മൾ 2 or 3 പ്രാവശ്യം ഓരോ ദിവസവും ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതെന്താണെന്ന് നമുക്കറിയാമല്ലോ, ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ടു പ്രിപ്പയർ ദ മീൽ. ടു പ്രിപ്പയർ ദ മീൽ എന്ന് പറയാം. ദെൻ അത് നമുക്കൊരു സെൻറ്റൻസിലൂടെ പറയുകയാണെങ്കിൽ, വി ഷുഡ് പ്രിപ്പയർ ന്യൂട്രീഷ്യസ് മീൽ. നമ്മുടെ ടേബിളിൽ കുറേ സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ആവാം. അപ്പോൾ അതൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ ഇതാക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, ഒഴിവാക്കുന്നതിന് നമുക്ക് ടു ക്ലിയർ ദ ടേബിൾ. ടു ക്ലിയർ ദ ടേബിൾ എന്ന് പറയും. അപ്പോൾ അതൊരു സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഗുഡ് ടു ക്ലിയർ ദ ടേബിൾ ആസ് സൂൺ ആസ് യു ഫിനിഷ് ദ മീൽ. അടുത്തത് ഒരു വീട്ടിൽ എത്ര ചെയ്താലും കഴിയാത്തൊരു ജോലിയെക്കുറിച്ചാണ്.
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാത്രം കഴുകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഓരോ ഭക്ഷണത്തിൻ്റെയും മുന്നേയും അത് കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്. മിക്കവാറും നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടി സഹായിച്ചാലാണ് നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതെങ്ങനെ പറയാം? ദാറ്റ് ഈസ് പാത്രം കഴുകുക എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ടു ഡു ദ ഡിഷസ്. ടു ഡു ദ ഡിഷസ്. അപ്പോൾ ഒരു സെൻറ്റൻസിലൂടെ പറയുമ്പോൾ മൈ ഫാമിലി ഹെൽപ്സ് മീ ടു ഡു ദ ഡിഷസ്. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ അലക്കാറുണ്ട്. അപ്പോൾ വസ്ത്രങ്ങൾ അലക്കുന്നതിന് നമുക്ക് എങ്ങനെ പറയാം? ടു ഡു ദ ലോണ്ട്രി. ടു ഡു ദ ലോണ്ട്രി. അപ്പോൾ ഇതൊരു ഫണി വിഷ്വലാണ് അല്ലേ? ഇവിടെ ഹി ഡസൻറ്റ് ലൈക്ക് ടു ഡു ദ ലോണ്ട്രി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ ദിവസവും ഭക്ഷണം പാചകം ചെയ്തതായിട്ടും പിന്നെ മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്ത് കളയണം അല്ലേ? അപ്പോൾ അതിന് നമ്മളതെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ സാധാരണ ടു ടേക്ക് ഔട്ട് ദ ഗാർബേജ് എന്ന് പറയാം. ടു ടേക്ക് ഔട്ട് ദ ഗാർബേജ്. അല്ലെങ്കിൽ നമുക്കതിന് പകരം ട്രാഷ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ടു ടേക്ക് ഔട്ട് ദ ട്രാഷ്. ഇനി നമുക്ക് ഒരു സെൻറ്റൻസിലൂടെ പറയാം ആണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് ഔട്ട് ദ ഗാർബേജ് എവറി ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ വീട്ടുകാരായിട്ട് ഇടപഴകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സിമ്പിൾ സെൻറ്റൻസസും വേർഡ്സുമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമ്മൾ ഉൾപ്പെടുത്ത വഴി നമ്മൾ ഇംഗ്ലീഷ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ സഹായിക്കും. അപ്പോൾ ട്രൈ ടു ആഡ് ദം ഇൻ യുവർ കോൺവെർസേഷൻസ് ആൻഡ് താങ്ക് യു. ഹാവ് എ നൈസ് ടൈം.